ICC മെൻസ് T20 വേൾഡ് കപ്പിന്റെ നമ്മുടെ ഇന്ത്യയുടെ രണ്ടാമത്തെ മാച്ച് ഗംഭീര വിജയം 93 റൺസിന് ഒരു രക്ഷയില്ലാണ്ട് നമ്മൾ ജയിച്ചിരിക്കുന്നു. അതിന് കംപ്ലീറ്റ് താങ്ക്സ് പറയേണ്ടത് നമ്മുടെ സ്വന്തം ക്ലച്ച് പാണ്ഡ്യ അല്ലെങ്കിൽ ഹർദിക് പാണ്ഡ്യ. എന്തായിരുന്നു അടി മോനെ! 52 റൺസ്, ഏകദേശം 28 ബോളിൽ, അതും 4 6 4 4. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റിലോട്ട് 2 വിക്കറ്റ്, ഏകദേശം ഒരു ഹാട്രിക്കിലോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷനിൽ ഹാട്രിക് കിട്ടിയില്ല. പക്ഷെ എന്നാലും 2 വിക്കറ്റ് എടുത്ത് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ഓൾറൗണ്ടർ ആണെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു മാച്ച്. ആളെപ്പോഴും അങ്ങനെയാണ് കേട്ടോ. 2024 നമ്മൾ വേൾഡ് കപ്പ് സമയത്തും ചില മാച്ചസിൽ ആളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, അത് വേറെ ലെവലാണ്. ശരിക്കും നമ്മൾ ഇന്ത്യയുടെ ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ സഞ്ജു ഒന്ന് കൊടുങ്കാറ്റായി മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കൊടുങ്കാറ്റ് അധികം നേരം നിന്നില്ല എന്നുള്ളൊരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 8 ബോളിൽ 22 റൺസ്, 3 6 1 4, അതായത് സിംഗിൾ എടുത്തേ ഇല്ല, അങ്ങനെ വേണം പറയാം. പക്ഷെ അതിനുശേഷം നമ്മളെ ഇഷാൻ കിഷൻ 24 ബോളിൽ 61 റൺസ്, 6 4 5 6. ആള് വെട്ടിക്കെട്ട് തന്നെയാട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ അതുപോലെ തന്നെ മിഡിൽ ഓർഡറിൽ നമുക്ക് ഭയങ്കരമായിട്ട് തിളങ്ങാൻ പറ്റിയില്ലെങ്കിലും ശിവൻ ഡുബയും തിലക് വർമ്മയും ഒന്ന് പിടിച്ചു വന്നു, 23-25 റണ്ണൊക്കെ എടുത്ത്. പക്ഷെ ഒന്ന് ആ സമയത്ത് സിറ്റുവേഷൻ കുറച്ച് മോശമായിരുന്നു, വിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അവർ ട്രൈ അടിച്ചു ഒന്ന് നിർത്താൻ വേണ്ടി, പ്രത്യേകിച്ച് ശിവൻ ഡുബെ ഹർദിക് പാണ്ഡ്യ കോമ്പിനേഷനിൽ കുറച്ചു നേരം ഒന്ന് നിന്നിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 250 റൺസിലോട്ട് എത്തിയത്. 250 9 വിക്കറ്റ് പോയായിരുന്നു. പിന്നെ നമ്മളെ റിങ്കു സിംഗിന്റെ കാര്യം കുറച്ച് ഇത്തവണ അത്ര ഇതുണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാച്ചിൽ എനിക്ക് തോന്നുന്നു പെർഫോമൻസ് കുറവായിരുന്നു എന്ന് തോന്നുന്നു. അതിൽ നമീബിയയുടെ ബൗളർ ഉണ്ടല്ലോ, ഗ്രിഹാഡ് റമോസ്, 4 ഓവർ ബോൾ ചെയ്തിട്ട് 20 റൺസ് കൊടുത്തിട്ട് ഏകദേശം 3 വിക്കറ്റ് ആളെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പെർഫെക്റ്റ് എക്കണോമിയിൽ ആള് പൊളി ബൗളറായിരുന്നു. നമ്മൾ ബോൾ ചെയ്ത് തുടങ്ങിയപ്പോൾ ഹർഷദീപ് ഒന്ന് വല്ലാണ്ട് റൺസ് കൊടുത്ത്. പക്ഷേ ആ ഒരു വിക്കറ്റ് അവിടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും റൺസ് കൊടുത്തിട്ടാണ് തുടങ്ങിയത്. പക്ഷെ വരുൺ ചക്രവർത്തി എപ്പോഴും നമ്മൾ തുറപ്പിച്ചിട്ടാണ് വരുൺ ചക്രവർത്തി ബോൾ എറിഞ്ഞിട്ട് ആ ഒരു 2 വിക്കറ്റ്, 3 വിക്കറ്റ്, ഏകദേശം 3 വിക്കറ്റ് അടുപ്പിച്ച് വന്നല്ലോ. ആ 3 വിക്കറ്റിലാണ് കളീൻ്റെ ടേൺ വന്നത്. പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് കളി പോയിട്ടില്ല. അതിൻ്റെ അപ്പുറത്തെ ഓവറിലോ നെക്സ്റ്റ് ഓവറിലായിട്ട് അക്ഷർ പട്ടേൽ 2 വിക്കറ്റ് എടുക്കുന്നത്. പിന്നെ വിക്കറ്റോട് വിക്കറ്റ്, ഓരോരോ ആൾക്കാരും വരുന്നവരും പോകുന്നവരൊക്കെ വിക്കറ്റ് എടുക്കുന്നത്. നമ്മുടെ ബോളേഴ്സ് എല്ലാവരും നന്നായിട്ട് തന്നെ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം എക്കണോമി പിടിച്ചുകൊണ്ടുള്ള ബോളിംഗ് തന്നെയായിരുന്നു. ജസ്പ്രീത് ബുംറ ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഹർദിക് പാണ്ഡ്യ ആയാലും ശിവൻ ഡുബെ അടക്കം എല്ലാവരും ആ ഒരു കറക്റ്റ് റൺസ് പിടിച്ചിട്ടുള്ള ഒരു ബൗളിംഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ജയിച്ച് തന്നെ തുടങ്ങിയതുകൊണ്ട് ഫസ്റ്റ് മാച്ച് ജയിച്ചു, സെക്കൻഡ് മാച്ചും ജയിച്ചു. ഇനിയിപ്പം അടുത്ത മാച്ച് പാകിസ്ഥാന്റെ കൂടെയാണ്, ഞായറാഴ്ചയാണ് മാച്ച്. അപ്പോൾ ആ ഒരു മാച്ചിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. നമ്മൾ എന്തായാലും ആ മാച്ചും തൂക്കിയിരിക്കും, അത് ഷുവറാണ്. അപ്പോൾ ആ ഒരു മാച്ചിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ബാക്കി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ വരാം. അതായിരിക്കും.